ഖസീദത്തുൽ ബുർദ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. നമ്മളൊക്കെ പല സ്റ്റേജുകളിൽ നിന്ന് പല ഈണത്തിലും രാഗത്തിലും കേൾക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചൊല്ലുന്നതും ചൊല്ലാൻ നേർച്ചയാക്കുന്നതൊക്കെയാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ അൽ കവാക്കിബു ദുർരിയ ഫീ മദ്ഹി ഖൈരിൽ ബരിയ എന്ന് പറയുന്ന ഖസീദയുടെ സമാഹാരമാണ് നമ്മൾ ബുർദ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഈ വരികൾ. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ശരീരം തളർന്നു കിടക്കുമ്പോൾ, തിരിയാനും അറിയാനൊന്നും കഴിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാവ്യം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അത് ഉണ്ടാക്കി കഴിയലോടുകൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അവിടുത്തെ ശരീരം തടവിക്കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷോൾ എടുത്തുകൊണ്ട് പുതപ്പിച്ച് അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തളർവാദവും അതുപോലെ തന്നെ ക്ഷീണവും എല്ലാം മാറി പൂർണ്ണ ആരോഗ്യവാനായിട്ട് ബൂസൂരി റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്തിക്കൊടുത്ത വരിയൊക്കെ ബുർദയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ബുർദയുടെ അർത്ഥം അറിഞ്ഞു ചൊല്ലുക, ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഭൂതിയുള്ള കാര്യമാണ്. പൊതുവെ ഖസീദകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും അതുപോലെ തന്നെ സാഹിത്യത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന പ്രയോഗങ്ങളൊക്കെ ആയിരിക്കും. പൊതുവെ അറബി അറിയുന്നത് കൊണ്ട്, ഭാഷ അറിയുന്നത് കൊണ്ട് മാത്രം ഈ പദ്യങ്ങളുടെ അർത്ഥമോ ആശയമോ അറിഞ്ഞുകൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വരുന്ന 1500ാമത്തെ ജന്മദിനം, അതിന്റെ ഭാഗമായി നമ്മൾ നാളെ വ്യാഴാഴ്ച മുതൽ ഈ ബുർദയുടെ ആശയങ്ങളും അർത്ഥങ്ങളും വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ റീൽസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബുർദ പഠിക്കാൻ താല്പര്യമുള്ള, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതിന്റെ ഭാഗമാവാം. ബുർദയുടെ വിശദീകരണങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ആ ബുർദ പാരായണം ചെയ്യുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.